സ്വാമിയേ ശരണമയ്യപ്പ. ബഹൻജി, പൊതുവെ നാട്ടുകാരുടെ അഭിപ്രായം നമ്മുടെ ഈ സത്സംഗം വളരെ നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പ്രത്യേകം ബഹൻജിയുടെ വിശദീകരണമെല്ലാം വളരെ നന്നായിട്ടുണ്ടെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. അതേപോലെ ഇത് തുടരട്ടെ എന്ന് ആ ഭഗവാനെ പ്രാർത്ഥിക്കണു. ഇന്നത്തെ നമ്മുടെ സത്സംഗത്തിന് സ്വാഗതം. ഓം ശാന്തി. മണ്ഡലവ്രതം തുടങ്ങി ആദ്യം മാലയിട്ട് കറുപ്പ് വസ്ത്രം ഉടുത്ത ഉടനെ ബ്രഹ്മചര്യവ്രതം തുടങ്ങും. അതിന് വലിയൊരു പ്രാധാന്യമാണ്. അതുകൂടാതെ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാതെ മല ചവിട്ടിയാൽ അതൊരു മഹാപാപമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശബരിമല തീർത്ഥയാത്രയ്ക്ക് ബ്രഹ്മചര്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്? ശബരിമലയുടെ തീർത്ഥയാത്ര മാത്രമല്ല, നമ്മൾ ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ചും നമ്മൾ പ്രസിദ്ധമായ ഏത് ഈശ്വര സന്നിധാനമാകട്ടെ അവിടെ പോകുമ്പോഴെല്ലാം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ട്. ശബരിമല വിശേഷിച്ച് എന്തുകൊണ്ടെന്നാൽ എവിടെ ശുദ്ധിയുണ്ടോ അവിടെ ഈശ്വരനുണ്ടാകും. പറയാറുണ്ടല്ലോ, രാമൻ എവിടെയുണ്ടോ അവിടെ രാവണൻ ഉണ്ടാവില്ല, എവിടെ രാവണനുണ്ടോ അവിടെ രാമൻ ഉണ്ടാവില്ല. പോലെ എൻ്റെ അർത്ഥം എന്താണ്? എവിടെ ശുദ്ധിയുണ്ടോ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും, എവിടെ അശുദ്ധി നിറയുന്നു അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ധനം, നമ്മുടെ സംബന്ധം, സമ്പർക്കം, ഇതെല്ലാം എപ്പോഴാണോ പരിശുദ്ധിയാർന്നതായിട്ട് മാറുന്നത് അവിടെയാണ് നമുക്കപ്പോഴേ നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ആ പരിശുദ്ധിയോടുകൂടി നമ്മൾ പോയിട്ട് ദർശനം നടത്തുമ്പോൾ അപ്പോഴാണ് ഉള്ളിലിരിക്കുന്ന ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന അയ്യപ്പൻ, ആ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ തത്വമസി എന്നുള്ള ഫീലിങ്ങിലേക്ക് വരുന്നത്. അപ്പോഴാണ് അകത്തുള്ള ചൈതന്യം അത് തന്നെയാണ് ഞാൻ. ഭഗവാൻ അതാണല്ലോ പറയണേ, അത് തന്നെയാണ് കുഞ്ഞെ നീ. ആ ഫീലിംഗ് നമുക്കപ്പോഴാണ് ഉണ്ടാകുന്നത്. അതിന് ബ്രഹ്മചര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം ബ്രഹ്മചര്യം പാലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് എന്താണ്? പ്രോസസ്സിങ് എന്താണ്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്രയും വീര്യം, ഊർജം സംഭരിക്കപ്പെടുകയാണ്. ആ സംഭരിക്കപ്പെട്ട ഊർജം നമ്മുടെ ഓജസ്സായി, തേജസ്സായിട്ട് മാറണം. ആ തേജസ് നമുക്ക് നൽകുന്ന കരുത്ത്, ആ വീര്യം നമുക്ക് നൽകുന്ന ശക്തി, ബലം, അതുപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ എത്ര വലിയ കാര്യവും സാധിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വിവേകാനന്ദ സ്വാമിജിയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പല ഇൻ്റർവ്യൂസിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും വിദേശത്തും, അങ്ങേ വിവേകാനന്ദനാക്കി മാറ്റിയ ശക്തി എന്താണ്? എന്ത് സ്പെഷ്യൽ പുരുഷാർത്ഥമാണ്, സാധനയാണ് അങ്ങ് വിവേകാനന്ദനായിട്ട് മാറാൻ വേണ്ടി ചെയ്തത്? അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഞാൻ പ്രത്യേകിച്ച് എഫർട്ടൊന്നും എടുത്തിട്ടില്ല, പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം മനസ്സിലായിരുന്നു 9 വയസ്സ് മുതൽ, ബ്രഹ്മചര്യത്തിൻ്റെ കരുത്ത് എന്താണ്. എൻ്റെ ശബ്ദം പാശ്ചാത്യർ കേട്ടുവെങ്കിൽ, ലോകം എന്നെ ശ്രവിച്ചുവെങ്കിൽ, ആ വാഗ്വൈഭവത്തിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി, കരുത്ത്, ഞാൻ ചെയ്തതായിട്ട് ഉള്ള പ്രയത്നം എന്ന് പറയുന്നത് മനസ്സ വാച കർമ്മണ ഞാൻ പരിശുദ്ധി പാലിച്ച് ജീവിച്ചു 9 വയസ്സ് മുതൽ. ആ ശക്തിയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കരുത്ത് ഉള്ളവരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മളും ഓരോരുത്തരും തിരിച്ചറിയേണ്ട വസ്തുത അതാണ്. നമുക്ക് സാധാരണക്കാരായിട്ട് ജീവിക്കണമെങ്കിൽ എല്ലാവരെയും പോലെ ഇരുന്നാൽ മതി. ആൾക്കാരങ്ങനെയാണല്ലോ പറയാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, മഹത്തരമായ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ആ വലിയ കാര്യങ്ങൾക്ക് എന്ത് വേണം? വലിയ ശക്തി വേണം. ആ മഹത്തരമായ ശക്തിയാണ് ബ്രഹ്മചര്യത്തിൻ്റെ ശക്തി. ചരിത്രം തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്കല്ലേ. പ്രഗത്ഭരായ, അതിപ്പോൾ ആത്മീയമാവട്ടെ അല്ലെങ്കിൽ പുരാണ ഇതിഹാസ കഥാപുരുഷന്മാരാവട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, പ്രബലമായിട്ടുള്ളവർ മുഴുവനും ഇപ്പോൾ നമ്മൾ ഭീഷ്മ പതാക, എന്തിന് നമ്മുടെ അയ്യപ്പൻ തന്നെ ഉണ്ടല്ലോ, നിത്യബ്രഹ്മചാരി, ഭീഷ്മ പിതാമഹൻ, പിന്നെ ശാസ്ത്രജ്ഞന്മാരിൽ നമ്മുടെ കലാം, നമ്മുടെ പ്രസിഡൻറ്റ്, പിന്നെ വിവേകാനന്ദ കാര്യം
ബേൺജി പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെല്ലാം തന്നെ ബ്രഹ്മചര്യത്തിൽ കൂടി അവരുടെ പ്രഗത്ഭതയെ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ്. നല്ലൊരു സാമ്പിളാണത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് 100% ശരിയാണ്. എന്തുകൊണ്ടെന്നല്ലേ, ബ്രഹ്മചര്യത്തിൻ്റെ വിശേഷത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വിവേകാനന്ദ സ്വാമി അതിനെ ഇത്രയും സിമ്പിളായിട്ട് വളരെ സ്പഷ്ടമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ഈ മുഴുവൻ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടുപോത്തിനെ എനിക്ക് മെരുക്കാൻ കഴിഞ്ഞാൽ, ആ മെരുക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ ഉള്ളിൽ എത്ര സ്വാഭിമാനം ഉണ്ടാവും, എത്ര സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും, എത്ര മഹത്തരമായൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. മുഴുവൻ ലോകത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എൻ്റെ ചൊൽപ്പടിയിലാണിപ്പോൾ. ആ ഒരു സ്വാഭിമാനമാണ് ബ്രഹ്മചര്യത്തിൻ്റെ കരുത്താർജിച്ച ഒരു വ്യക്തിക്ക് സ്വയത്തോട് തോന്നുന്നത്. അത്ര റെസ്പെക്റ്റ് നമുക്ക് നമ്മളോട് തോന്നും. ആ ബഹുമാനം, നമുക്ക് നമ്മളോട് തോന്നുന്ന ആ ബഹുമാനം നമുക്ക് നൽകുന്ന കരുത്ത്, ശക്തി, അത് സർവരുടെയും ബഹുമാനം നമുക്ക് പ്രാപ്തമാക്കാനും കാരണമായിട്ട് മാറും. അതുമാത്രമല്ല, അനേക വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ ശക്തി നമ്മളെ പ്രാപ്തരാക്കുക. അതുകൊണ്ടാണ് ഇവരെല്ലാവരും സ്വാമിജി പറഞ്ഞതുപോലെ എല്ലാ മഹാപുരുഷന്മാരുടെയും ജീവിതം നോക്കിക്കൊള്ളുക. എന്തിന്? ഗാന്ധിജി ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സത്യതയെക്കുറിച്ചും അതേപോലെ ബ്രഹ്മചര്യത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചുമാണ്. ജീവിത അനുഭവത്തിൽ നിന്ന് ധാരാളം ഉദാഹരണ സഹിതം അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ഭജി ഒരു സംശയം. ഗുരുസ്വാമിയും പറഞ്ഞു, ഭജിയും പറഞ്ഞു, കേട്ടിട്ടുണ്ട് ബ്രഹ്മചര്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിവാഹം കഴിച്ച ഗൃഹസ്ഥനാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്. ഇനി ഈ ആത്മീയ ജീവിതത്തിൽ അപ്പം ശ്രേഷ്ഠത കുറയുമോ? ഗൃഹസ്ഥനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കുറയില്ല. അപ്പം നോക്കൂ, സാധാരണ നമ്മൾ പറയാറില്ലേ, വിശപ്പിന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് തീറ്റ പ്രിയനാകണമെന്നില്ല. വിശപ്പടക്കാനേ ഭക്ഷണം വേണ്ടു. അതിലൂടെ തീറ്റ പ്രിയരാകരുത്. അതേ ആവശ്യമുള്ളൊരു ഗൃഹസ്ഥന്. ഏതൊരു ജീവജാലങ്ങളെയും നോക്കും, മനുഷ്യനൊഴികെ ഏതൊരു ജീവജാലവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യുൽപാദനത്തിന്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പം മാത്രമേ ലൈംഗിക ജീവിതമുള്ളൂ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ജീവികളും ശരീരബന്ധത്തിൽ ഏർപ്പെടില്ല. ഒരേ ഒരു ജീവി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞിട്ടും ഈ ദുർവികാരം, കാമവികാരം എന്ന് പറയുന്ന ഒരു ഭോഗവിലാസമാക്കി മാറ്റിയിരിക്കുന്ന, തൻ്റെ ജീവിതചര്യയെ എന്നതുപോലെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അതിലൂടെ എന്താ സംഭവിക്കണേ? അതിൽ പറയുന്നത്, പൂർവികർ പണ്ടേ പറയുമായിരുന്നു, നമ്മുടെ ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത് മുഖ്യമായിട്ട് 2 കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, ഒന്ന് വായിൽ കൂടി, മറ്റൊന്ന് നാഭിയിൽ കൂടി എന്നാണ് പറയുക. 2 കാര്യങ്ങളാണ്. ഒന്ന് വികാരി ജീവിതം, ലൈംഗിക ജീവിതത്തിലാണ് ഏറ്റവും ഊർജം നഷ്ടപ്പെടുന്നത്. രണ്ടാമത്തത് ദഹിപ്പിക്കാൻ, ഭക്ഷണം ദഹിപ്പിക്കാൻ. അതുകൊണ്ടാണ് പറയാറുള്ള അമിതാഹാരം കഴിക്കരുത്, വിശപ്പടക്കാൻ കഴിച്ചോളൂ. പക്ഷേ നമ്മൾ അമിത ഭക്ഷണപ്രിയരായിട്ട് മാറരുത്. കാരണം അത്രയും ആ ആഹാരത്തെ ദഹിപ്പിക്കാൻ അത്രയും ഊർജ്ജമാണ് നമ്മൾ പാഴാക്കിക്കളയുന്നത്. ഈ ഊർജ്ജം 2ഉം നമ്മൾ സംഭരിച്ചാൽ തന്നെ, ഇത് 2 വലിയ ലീക്കേജാണ്. എന്നാൽ ചോദിക്കും, ഭക്ഷണം വേണ്ടേ? വിശപ്പടക്കാൻ കഴിക്കണം, ഊർജത്തിന് കഴിക്കണം. അങ്ങനെയെങ്കിൽ ഈ 2 മാർഗത്തിലൂടെ, ഈ 2 ഓട്ടയടച്ചാൽ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഊർജം, ആ ഊർജം നമ്മുടെ ഏറ്റവും വലിയ വീര്യമായിട്ട് മാറുകയും അത് ആദ്യം നമുക്ക് ഉപയോഗപ്പെടുന്ന നമ്മുടെ തലച്ചോറിനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മാഗസിനുകളിൽ അതിനെക്കുറിച്ച് ശാസ്ത്ര പഠനങ്ങളുടെ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്, ജേർണലിസ്റ്റായിട്ട്. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും, ക്രിയേറ്റിവിറ്റി, കാര്യക്ഷമത വളരെ കൂടുതലായിരിക്കും, മാനസിക ശക്തി വളരെ കൂടുതലായിരിക്കും, ബുദ്ധിശക്തി വളരെ കൂടുതലായിരിക്കും, ശാരീരിക ക്ഷമത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ എല്ലാവരിലും നോക്കിക്കോളൂ. ഏത് വിശേഷിച്ചും വളരെ പ്രസിദ്ധരായിട്ട്, ഇപ്പോൾ കായിക രംഗത്താണെങ്കിലും നമ്മൾ വളരെ പ്രസിദ്ധരായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, അവരവരുടെ ജീവിതത്തിലെ സാധനാ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മചര്യത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ നോക്കിക്കോളൂ, ശാസ്ത്രജ്ഞന്മാരെ നോക്കിക്കോളൂ, വളരെ ലോകപ്രശസ്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നവർ അവരവരുടെ കലകൾക്ക് വേണ്ടി പോലും, അതിൽ പ്രാഗൽഭ്യം നേടാൻ വേണ്ടി പോലും ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കുന്നുണ്ട്. കാരണം അറിയാം, ഇതിലൂടെ സംഭരിക്കപ്പെട്ട് കിട്ടുന്ന ഇത്രയും വലിയ ഊർജ്ജം ഉപയോഗിച്ച് ഈ ഊർജ്ജത്തെ എനിക്ക് സദുപയോഗം ചെയ്യാം.
അതുകൊണ്ട് ഗൃഹസ്ഥനായി പോയതുകൊണ്ട് നമുക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പറ്റില്ല, അങ്ങനെയില്ല. ഏറ്റവും ഒരു ഗൃഹസ്ഥനാണ് ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. എന്താ കാരണം? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാവ് ആ വീട്ടിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആ കുട്ടികൾക്കാണ് അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതലുണ്ടാകുക. ഇന്ന് സ്വാമിമാർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ മിക്കവാറും കേൾക്കുന്ന ന്യൂസുകളിൽ ചെറിയ ചെറിയ കുട്ടികൾ, നഴ്സറി പഠിക്കുന്ന കുട്ടികൾ, കൊച്ചു കുട്ടികൾക്കിടയിൽ മോശ സ്വഭാവം, ഈ ശാരീരിക ആകർഷണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്രയും കൊച്ചു കുഞ്ഞുങ്ങളെ പ്രതി എങ്ങനെ ഇങ്ങനെ ഉള്ള ന്യൂസുകൾ, കുട്ടികൾ എങ്ങനെ ഇങ്ങനെ മോശമാക്കണം. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു കോളേജ് ലൈഫിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണവും തെറ്റുകളും ഒക്കെ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചെറിയ ക്ലാസ്സിൽ നിന്ന് തുടങ്ങി. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? തീർച്ചയായിട്ടും മുതിർന്നവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന, കാരണം ഈ കാമ ആസക്തി അതുണ്ടാക്കിക്കുന്ന ആ വാസന നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ എന്ത് ഫീലിംഗ് ഉണ്ടാകണോ അത് എനർജി ഫ്ലോയാണ്. ഏത് ഫീലിംഗ് വന്നാലും, ദേഷ്യം വന്നാൽ എനർജി ഫ്ലോയാണ്, ആസക്തി വന്നാൽ എനർജി ഫ്ലോയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ കുടുംബത്തിൽ താമസിക്കുന്ന അച്ഛനാകട്ടെ അമ്മയാകട്ടെ വീട്ടിൽ എത്ര പേര് ജീവിക്കുന്നു, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ തലച്ചോറിനെയും ബാധിക്കുന്നത് മാത്രമല്ല, അത് ഈ അന്തരീക്ഷത്തിലേക്ക് ഒഴുകുകയാണ്. ആ കുടുംബത്തിൽ ആ വീട്ടിൽ ആ ഊർജ്ജം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും ചെറിയ കുട്ടികളുടെ ഉള്ളിൽ പോലും ഈ തരംഗങ്ങൾ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അത് അവരുടെ ഉള്ളിൽ ഉത്തേജനം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കളെ നമുക്ക് നല്ലതാക്കി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അവരെ സദാചാര നിഷ്ഠയോടുകൂടി വളർത്തണമെങ്കിൽ ഏറ്റവും സദാചാര ബോധത്തോടു കൂടി ജീവിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പറയും മൃഗങ്ങളെക്കാളും നമ്മൾ ബെറ്ററാണ്. മൃഗങ്ങളുടേത് പോലും ഉള്ള ആ സമാന സംസ്കാരം പോലും പക്ഷേ ഈ കാര്യത്തിൽ നിന്ന് നമുക്കില്ല എന്നുള്ളതാണ്. ശരിയാണ്. അപ്പം നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ആവശ്യമാണെന്ന് ബോധ്യം വരുന്നെങ്കിൽ ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ ഗാന്ധിജി, ശ്രീരാമകൃഷ്ണ പരമഹംസരും ശാരദാദേവിയും പരസ്പരമുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ഗൃഹസ്ഥരായിരുന്നു. പക്ഷേ ഏത് കണ്ണിലാണ് കണ്ട് വളർന്നത്, ജീവിച്ചത്, ഇടപഴകിയത്? ഒരേ വീട്ടിൽ താമസിച്ചു. ബഹൻജി ഇപ്പോൾ പറഞ്ഞല്ലോ കുട്ടികളുടെ കാര്യവും മുതിർന്നവരുടെ കാര്യവും എല്ലാം കൂടിയിട്ട്. പക്ഷേ ഇപ്പോഴുള്ള ഗൃഹസ്ഥത്തിലുള്ള ചില പേരൻസിന്, മാതാപിതാക്കൾക്ക് കുട്ടികളൊരു അഡോളസെൻ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് ഒരു ആത്മീയതയോടോ അല്ലെങ്കിൽ സന്യാസത്തിനോടോ ഒരു അഭിരുചി തോന്നുന്ന പക്ഷം അവർക്ക് എന്തോ ഒരു പോരായ്മ. അതായത് അവൻ ചെക്കൻ പോകുന്നത് ശരിയല്ല, അവൻ്റെതല്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഉടനെ വല്ല ഡോക്ടറെടുത്ത് കഴിവും, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനത്തുള്ള ഫീലിങ്ങിൽ ഈ വക ചിന്തയിൽ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കും. അല്ലെങ്കിലോ അവനുമായിട്ട് തെറ്റിപ്പിരിയും. അല്ലെങ്കിൽ അവൻ കുറച്ചുകൂടി ആ കുട്ടി ഒന്ന് അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ തെറ്റും. എനിക്കറിയാം ചില കേസുകൾ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതിൻ്റെ ഒരു മകൻ വളരെ നല്ല കുട്ടിയാണ്, അവൻ ഒരു ആൺകുട്ടി, സന്യാസത്തിനോട് വലിയതാണ്. പക്ഷേ അച്ഛന് ഇഷ്ടമല്ല. ഇപ്പം എന്തായി? ആ ബന്ധം മുറിഞ്ഞു. അവിടെ മിണ്ടാട്ടേ ഇല്ല. ആ പയ്യൻ വീട്ടിലേക്കും പോകാറില്ല, ഒരു ആശ്രമത്തിൽ കഴിഞ്ഞുകൂടാണ്. അവനൊരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങേർക്കാണ് വിഷമം മുഴുവനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേരൻസിനും ഇവരെ മക്കൾക്ക് കല്യാണം കഴിച്ച് കൊടുത്ത് കുട്ടികളെ ഉണ്ടാക്കി അതിനോടൊരു അതെന്തുകൊണ്ടാണത്? അത് ശരിയാണോ? എന്തുകൊണ്ടെന്നാലും നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു അച്ഛനും അമ്മയും തൻ്റെ കുട്ടിയെ വളർത്തുമ്പോൾ ഏത് മാതാപിതാവും ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ കുട്ടി ഏറ്റവും നല്ലതായിട്ട്, എൻ്റെ കുട്ടിയുടെ ഭാവി ഏറ്റവും നല്ലതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്കൂളും കോളേജും ഒക്കെ തിരഞ്ഞു പിടിച്ച് അഡ്മിഷൻ വാങ്ങണം, അല്ലേ? കാരണം എന്താ? വിദ്യാസമ്പന്നരായിരിക്കണം. ഞാൻ പഠിക്കാത്തതും കൂടെ അവരെ പഠിപ്പിക്കണം. അവർ ടെസ്റ്റ് എഴുതി കിട്ടിയില്ലെങ്കിലും എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ MBBSനോ അഡ്മിഷൻ കൊടുക്കാൻ എത്ര ലക്ഷം കൊടുക്കാനൊന്നും മാതാപിതാവ് തയ്യാറാണ്. അതിനുവേണ്ടി കടം വാങ്ങാനും ഒന്നിനും ആർക്കും മടിയില്ല, കഷ്ടപ്പെടാനും. കാരണം എന്താ? എൻ്റെ മക്കളെ നല്ലവരാക്കി മാറ്റണം. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പം നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ വാങ്ങണോ താല്പര്യമുള്ള കുട്ടിക്ക്, MBBSന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയെ നമ്മൾ MBBS പഠിപ്പിച്ച് ഡോക്ടറാക്കി മാറ്റണോ? പക്ഷെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമ്മുടെ ഒരു മകനോ ഒരു മകൾക്കോ
ഒരു ആത്മീയമായ വാസനയുണ്ട്, സ്വാമിജി പറഞ്ഞതുപോലെ ഒരു ആധ്യാത്മിക വാസനയുള്ള ഒരു കുട്ടിയുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം ആ കാര്യത്തിലേക്ക് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയണില്ല? അജ്ഞാനം. ഈ രീതിയിലുള്ള ഒരു അജ്ഞാനത്തിലായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ അച്ഛനും അമ്മയും ആയിരുന്നതെങ്കിൽ നമ്മുടെ ഭാരതത്തിനൊരു വിവേകാനന്ദനെ ലഭിക്കുമായിരുന്നു. ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതാൻ പാശ്ചാത്യ ലോകം ഇങ്ങനൊരു രാജ്യമുണ്ടെന്ന് അറിഞ്ഞത് ആരിലൂടെയാണ്? വിവേകാനന്ദ സ്വാമിയിലൂടെയാണ് അന്ന് കാലത്ത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഭാരതത്തിൻ്റെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി, മണ്ണിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയാണ്. അത് പാശ്ചാത്യ ലോകത്തിന് പോലും മനസ്സിലാക്കി കൊടുത്തത് അതിന് നിമിത്തമായത് വിവേകാനന്ദ സ്വാമിയുടെ ജീവിതമാണ്. ആ അച്ഛനും അമ്മയും തടസ്സം നിന്നിരുന്നെങ്കിലോ ഇന്ന് നമുക്ക് പാടിപ്പുകഴ്ത്താൻ ഇത്രയും ശ്രേഷ്ഠമായൊരു വ്യക്തിത്വം കിട്ടുമായിരുന്നു. ആലോചിക്കുക. അപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് എത്ര ലക്ഷം കൊടുത്തിട്ടും ഒരു കുട്ടിയെ സന്യാസിയാക്കാൻ ഒരു സീറ്റ് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു വിവേകാനന്ദനെ തയ്യാറാക്കാൻ പറ്റില്ല ലക്ഷം കൊടുത്ത്. അതിനെന്ത് വേണം? ഒരു ജന്മവാസന ഉണ്ടായിരിക്കും. അത് ജന്മവാസനയാണ്. അതുള്ളിൽ ഒരു ആത്മാവിൻ്റെ ഉള്ളിൽ, അന്തരാത്മാവിൽ നിന്ന് വരുന്ന അടങ്ങാത്ത ഒരു തീപ്പൊരിയാണത്. എത്ര കൊടുങ്കാറ്റുകൾക്കും അതിനെ അണയ്ക്കാൻ പറ്റില്ല. ആ വാസനയുണ്ടെങ്കിൽ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും അതിനെ തടയാനും പറ്റില്ല. ഇല്ലാത്ത ഒരാളിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ധാരാളം പേരെ അറിയാം. കാരണം ആത്മീയമായ ഒരു മാർഗത്തിലൂടെയാണല്ലോ ഇന്ന് ഞാനും ജീവിക്കണേ. അപ്പം എനിക്കറിയാം, നമ്മുടെ തന്നെ ആശ്രമത്തിൽ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് എനിക്കും ഈ ആധ്യാത്മിക മാർഗത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നവർ ധാരാളം പേരുണ്ട്. പക്ഷെ നിലനിൽക്കുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് വെറുതെ ഒരു നിമിഷം ഓടിച്ചാടി എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എൻജിനീയർ ആകണം എന്ന് പോലെ, എനിക്ക് സന്യാസിയാകണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു വിഷയമല്ല. ഇത് അന്തരാത്മാവിലൊരു വാസനയാണ്. അങ്ങനെ ഒരു കുഞ്ഞിനൊരു വാസന ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുക, അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. കാരണം നാളെ ആ മകൻ ഒരു ആധ്യാത്മിക ജീവിതം ജീവിക്കുമ്പോൾ ആ മകനെ കൊണ്ട് ഈ മുഴുവൻ സമൂഹത്തിന് നന്മയാണ്. എല്ലാ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഓടി വരുന്നത് അവസാനം ആരുടെ അടുത്താണ്? ആത്മീയ സന്നിധാനങ്ങളിലേക്കാണ്. ഇന്ന് സുഖവും ശാന്തിയും സമാധാനത്തിനും വേണ്ടിയിട്ട് എല്ലാവരും എവിടേക്കാണ് ഓടി വരുന്നത്? ആത്മീയതയ്ക്കാണ്. പണ്ട് നോക്കൂ, നമ്മൾ വലിയ വലിയ സദസ്സുകൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയുള്ളവർ വരുന്നിടത്ത് വലിയ സഭകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ സദസ്സ് എവിടെയാണ് കാണുന്നത്? ആത്മീയ ഗുരുക്കന്മാരെവിടെ വരുന്നു അവിടേക്ക്, അല്ലേ? അപ്പം നമ്മുടെ മകനോ മകൾക്കോ അങ്ങനെ ഒരു വിശേഷത ജന്മവാസന ഉണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ അഭിമാനം കൊള്ളേണ്ടത് ആരാണ്? ആ മാതാപിതാവിൻ്റെ കൂടി ഭാഗ്യമാണ് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യം. പക്ഷേ അങ്ങനെ എത്ര പേര് കരുതുന്നു എന്നുള്ളതാണ്. അതിനുള്ളൊരു അവയർനെസ് അവരുടെ ഇടയിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള വാസ്തവമാണ്. മറ്റുള്ളവരിൽ ഉണ്ടായോ ഇല്ലയോ, പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്കെല്ലാവരെയും മാറ്റാൻ പറ്റില്ല. മറ്റുള്ളവരെ മാറ്റിയിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് സ്വയം തിരിഞ്ഞ് നോക്കുക, എന്നിൽ കറക്ഷൻ വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്ക് അതല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ശരിയാണ്. എന്തുകൊണ്ടെന്ന് നോക്കുക, ഇതെല്ലാം വളരെ സ്പഷ്ടമാണ്. നമ്മൾ കുട്ടിക്കാലം നോക്കിക്കോളും. പഠിക്കുന്ന കാലഘട്ടത്തിൽ പണ്ട് പറയില്ലേ, വിദ്യാഭ്യാസ കാലഘട്ടം പോലും ബ്രഹ്മചര്യത്തോടു കൂടിയായിരിക്കണം എന്ന് പറയും. പണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നൊരു സമ്പ്രദായം വളരെ കുറവായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ പിന്നെയും പോകുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, പഠനത്തിനും തലച്ചോറ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ട കാര്യങ്ങൾക്ക് ബ്രഹ്മചര്യം ഏറ്റവും വലിയ കരുത്തന്നെ. ഇതൊക്കെ അറിയാമെങ്കിലും ആരും തുറന്നു പറയാൻ മടിക്കണു. അത് എന്തോന്നറിയില്ല, അവരവരുടേതായ കാരണമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസിൽ അത് ബഹൻജി വളരെ തുറന്ന് ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വളരെ എഡ്യൂക്കേറ്റീവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഓരോ ദിവസത്തെയും സത്സംഗം വളരെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഈ എപ്പിസോഡ് തന്നെ നമുക്ക് എടുക്കാം.